അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 30-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വായിക്കാം. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ദാവീദിന് ആ ദിവസം കഷ്ടതയുടെ ദിവസമായിരുന്നു. തൻ്റെ ഭാര്യമാരും കുഞ്ഞുങ്ങളും നഷ്ടമായി പോയ ദിവസം, തന്നെ സ്നേഹിക്കുന്നവരുടെ ഭാര്യമാരും മക്കളും നഷ്ടമായ ദിവസം, തൻ്റെയും താൻ സ്നേഹിക്കുന്നവരുടെയും ആടുമാടുകളും സമ്പത്തും പ്രിയപ്പെട്ടവരും നഷ്ടമായ ദിവസം, എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായ ദിവസം, ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുവാനായി ഫിലിസ്ത്യ രാജാവിൻ്റെ സംരക്ഷണയിൽ ശൗലിനെ പേടിച്ച് സിഗ്ലാഗിൽ കഴിയുന്ന ദാവീദും അവൻ്റെ ആളുകളും ആഗീശിനോടൊപ്പം ചെല്ലണമെന്ന കൽപ്പനയാൽ ആഗീശും ദാവീദും അവൻ്റെ ആളുകളും ഫിലിസ്ത്യ സൈന്യത്തിൻ്റെ പിൻപടയിൽ കടന്നപ്പോൾ ആഗീശിൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു, ഈ ദാവീദ് നമ്മോടുകൂടെ എന്തിന്? ഇവൻ നമ്മോടുകൂടെ ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് വന്നാൽ ഇവൻ നമ്മുടെ തല കൊണ്ട് ശൗൽ രാജാവിനെ പ്രസാദിപ്പിക്കും. ആകയാൽ അവനെയും അവൻ്റെ ആളുകളെയും മടക്കി അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ആഗീശ് ദാവീദിനോട്, നീ സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക, എൻ്റെ ഭൃത്യന്മാർക്ക് നീ എന്നോട് കൂടെ യുദ്ധത്തിന് വരുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. 1 ശമൂവേൽ 29-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും യുദ്ധമുഖത്തു നിന്നും ആഗീശ് അവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്ന സിഗ്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദേശവും സിഗ്ലാഗും ആക്രമിച്ച് സിഗ്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ട് കളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവൻ്റെ ആളുകളും സിഗ്ലാഗിൽ എത്തിയപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. 1 ശമൂവേൽ 30-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ഇതുമൂലമാണ് 1 ശമൂവേൽ 30-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം കേട്ടതുപോലെ ദാവീദ് വലിയ കഷ്ടത്തിലായത്. തന്നെയുമല്ല, ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് ദാവീദിനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. അപ്പോൾ ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. 1 ശമൂവേൽ 30-ാം അധ്യായം 6-ാം വാക്യം തുടങ്ങുന്നത് ദാവീദ് വലിയ കഷ്ടത്തിലായി എന്ന വാക്കുകളോടെ ആണെങ്കിൽ, ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ആ വാക്യം അവസാനിക്കുന്നത് ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന വാക്കുകളോടെയാണ്. ദാവീദ് കഷ്ടത്തിലായത് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർ കല്ലുമായി ദാവീദിനെ എറിയുവാൻ തയ്യാറായിരിക്കുന്നത് കണ്ടപ്പോഴാണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ദാവീദും തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എറിയുവാൻ കല്ലുമായി നിൽക്കുന്ന തൻ്റെ സ്നേഹിതരും ഒരേ ആപത്തിൽ ഹൃദയവേദനയോടെ കരയുകയായിരുന്നു എന്ന് ഓർക്കണം. പെട്ടെന്നിതാ ജനം എല്ലാം ദാവീദിനെതിരെ തിരിയുന്നു. ദാവീദ് ഒന്ന് പതറിക്കാണുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവഭയമുള്ളവനായ ദാവീദ് തൻ്റെ കരച്ചിൽ നിർത്തിയിട്ട് പുരുഷത്വം കാണിച്ചു. തന്നെ കല്ലെറിയുവാൻ നിൽക്കുന്ന തൻ്റെ സ്നേഹിതന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ദേശത്ത് വെച്ചും യഹോവയ്ക്കായി ദാഹിക്കുന്ന ദാവീദ് തൻ്റെ ദൈവമായ കർത്താവിൽ യഹോവയിൽ തന്നെ ആശ്രയിച്ചു. ദാവീദും അവൻ്റെ ആളുകളും അമാലേക്കിനെ പിന്തുടർന്ന് ദാവീദിൻ്റെയും ജനത്തിൻ്റെയും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ആളുകളെയും മൃഗസമ്പത്തിനെയും മടക്കിക്കൊണ്ടുവന്നു. ദൈവത്തിൽ ആശ്രയിച്ച ദാവീദിനെ ദൈവം മാനിക്കുകയും ദാവീദിനെ കഷ്ടപ്പെടുത്തിയ അമാലേക്കരെ നിർമൂലമാക്കുകയും ചെയ്തു. അങ്ങനെ കല്ലേറ് കൊണ്ട് മരിക്കുമായിരുന്ന ദാവീദ് ജനത്തിൻ്റെ ഹീറോയാകുവാൻ ദൈവം ദാവീദിനെ സഹായിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ നമുക്ക് ധാരാളം സ്നേഹിതന്മാരുണ്ടാകും. എന്നാൽ കൊടുങ്കാറ്റ് പോലെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി നമുക്ക് നേരെ ആഞ്ഞു വീശുമ്പോൾ, സഹായത്തിനായി ആരും നമുക്കില്ലാതെ വരുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നാം കഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതർ പോലും ഒരുപക്ഷെ നമ്മുടെ ശത്രുക്കളായി തീർന്നേക്കാം.
നമ്മോട് അവർ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇയ്യോബിനോട് തൻ്റെ സ്നേഹിതന്മാർ ചോദിച്ച ചോദ്യം ചോദിക്കുവാൻ സാധ്യതയുണ്ട്. നിർദോഷി എവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ? അതാണ് ആ ചോദ്യം. എന്നാൽ ദാവീദിനെ പോലെ നാം യഹോവയിൽ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാമെങ്കിൽ നാം ആയിരിക്കുന്ന പ്രതികൂലത്തിലൊന്നും പുറത്തിറങ്ങി രക്ഷപ്പെടുവാനുള്ള ഒരു വഴി കർത്താവ് നമുക്ക് കാണിച്ചു തരും. ദാഹം കൊണ്ട് വലഞ്ഞ ശിംശോന് വേണ്ടി ഒരു ഉറവ പിളർക്കുവാനും മരുഭൂമിയിൽ ദാഹം കൊണ്ട് മരണം കാത്തുകിടന്ന ഇസ്മായേലിന് വേണ്ടി അവൻ്റെ കരച്ചിൽ നിമിത്തം നീരുറവ കാണുവാൻ തക്കവണ്ണം അവൻ്റെ അമ്മയുടെ കണ്ണ് തുറക്കുവാനും അരാം സൈന്യത്തിൻ്റെ കയ്യിൽ നിന്നും എലീശയെ രക്ഷിക്കുവാനായ ദൈവം നിർത്തിയ വലിയ കൂട്ടം ദൂതന്മാരെ കാണുവാൻ തക്കവണ്ണം എലീശായുടെ ബാല്യക്കാരൻ്റെ കണ്ണ് തുറക്കുവാനും പാപത്തെ പാപമാണെന്ന് തിരിച്ചറിയാതെ വണ്ണവും ജീവൻ്റെ ഉറവയായ യേശുവിനെ തിരിച്ചറിയാതെ വണ്ണവും ഈ ലോകത്തിൻ്റെ ദൈവം കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവരുടെ കണ്ണുകളെ തുറക്കുവാനും യഹോവയ്ക്ക് അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. 1 കൊരിന്ത്യർ 10:13 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയുമുണ്ടാക്കും. എന്നാൽ നാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്ന് ഉറപ്പ് വരുത്തണം. ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാകുവാൻ ഒരേ ഒരു കാര്യം മാത്രം നാം ചെയ്താൽ മതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-12 യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചു എന്നും യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ രക്ഷിക്കും എന്നും വിശ്വസിക്കുകയും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജലത്തിൽ സ്നാനം മുങ്ങി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് വീണ്ടും പാപം ചെയ്യാതെ ജീവിക്കുന്നതിനെയാണ് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. 2 കൊരിന്ത്യർ 6:17 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപ്പെട്ടിരിപ്പിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ അശുദ്ധമായതൊന്നും തുടരുതെന്ന് പറഞ്ഞാൽ യാതൊരുവിധ പാപവും ചെയ്യരുതെന്ന് സാരം. ചുരുക്കി പറഞ്ഞാൽ ബൈബിളിൽ അനുസരിക്കണമെന്ന് ദൈവം എഴുതി വച്ചിട്ടുള്ള കൽപ്പനകൾ നാം അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിച്ചാൽ ദാവീദിന് തക്ക സമയത്ത് പ്രതികൂലത്തിൽ നിന്നും മോചനം കൊടുത്ത കർത്താവ് നാം ഇപ്പോൾ നേരിടുന്ന സകല പ്രതികൂലത്തിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള വഴി കാണിച്ചു തരും. ആകയാൽ നമുക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ മക്കളാകാം. ദൈവമക്കളായി തീർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ ദൈവം ദാനം തന്ന പുത്രത്വം നഷ്ടപ്പെടുത്താതെ ദൈവമക്കളുടെ ദൗത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി നിലനിൽക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വഴിവിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു മടങ്ങി വരുന്ന അവസരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരിച്ചറിയാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് അങ്ങേ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ കുരുട്ടുകണികൾ തുറക്കണമെന്നടിയും പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.